ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. വാങ്ക എന്ന ലെസൻ്റെ സമ്മറിയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുള്ളത് ആൻറ്റൺ പാവ്ലോവിച്ച് ചെക്കോവാണ്. വാങ്ക എന്ന ലെസൻ്റെ വീഡിയോ ഈസി ഇംഗ്ലീഷിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം, ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോ ആദ്യം കാണുക. അപ്പോൾ നമുക്ക് ഈ സമ്മറി പൂർണ്ണമായിട്ട് മനസ്സിലാവും. ഇനി 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ മറ്റ് ലെസൺസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഗ്രാമർ, റീഡിംഗ് സെക്ഷൻ, ഡിസ്കോഴ്സസ് പാർട്ട് എന്തെങ്കിലും വേണമെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ മതി. ഇതെല്ലാം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ലെസൺസും ഈസി ഇംഗ്ലീഷിലുണ്ട്. ഇനി 2ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള എല്ലാ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്സ് ലെസൺസും ഈസി ഇംഗ്ലീഷിൽ ലഭ്യമാണ്. വാങ്ക എന്ന ലെസൺ എന്താ പറയുന്നത്? അതിൽ പറഞ്ഞ കാര്യം ഈ 4 വരിയിൽ വളരെ ഷോർട്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. വാങ്ക, എ വെൽ നോൺ ഷോർട്ട് സ്റ്റോറി ബൈ ആൻറ്റൺ ചെക്കോവ്, ഗിവ്സ് an emotional account of the mysteries of Vanka through his letter to his grandfather written on a Christmas Eve. വാങ്ക ഒരു വെൽ നോൺ ഷോർട്ട് സ്റ്റോറിയാണ്. ഇത് എഴുതിയിട്ടുള്ളത് ആൻറ്റൺ ചെക്കോവ് ആണ്. ദ സ്റ്റോറി ഗിവ്സ് ആൻ ഇമോഷണൽ അക്കൗണ്ട് ഓഫ് ദി മിസറീസ് ഓഫ് വാങ്ക. വാങ്ക എന്ന ടൈറ്റിൽ ക്യാരക്ടർ ഈ കുട്ടിയുടെ മിസറീസ്, യാതനകൾ, ബുദ്ധിമുട്ടുകളുടെ ഒരു അക്കൗണ്ട്, ഒരു ഇമോഷണൽ അക്കൗണ്ടാണ് ഈ സ്റ്റോറി തരുന്നത്. എങ്ങനെ? ത്രൂ ഹിസ് ലെറ്റർ ടു ഹിസ് ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് ഫാദറിന് വാങ്ക എന്ന ഈ ബോയ് എഴുതുന്ന ലെറ്ററിലാണ് ഈ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ലെറ്ററിലൂടെയാണ് നമ്മൾ കാര്യം മനസ്സിലാക്കുന്നത്. റീഡേഴ്സ്, റിട്ടൺ ഓൺ എ ക്രിസ്മസ് ഈവ്, ക്രിസ്മസ് തലേന്ന് രാത്രിയാണ് ഈ ലെറ്റർ എഴുതുന്നത്. ഇനി ആൻറ്റൺ പാവ്ലോവിച്ച് ചെക്കോവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, പെട്ടെന്ന് വായിച്ചു വിടാണ്. ആൻറ്റൺ പാവ്ലോവിച്ച് ചെക്കോവ് 1860 ജനിച്ചു, 1904 മരണമടഞ്ഞു. എ മേജർ റഷ്യൻ പ്ലേ റൈറ്റ്, ഈസ് വൺ ഓഫ് ദ മാസ്റ്റേഴ്സ് ഓഫ് മോഡേൺ ഷോർട്ട് സ്റ്റോറി. അദ്ദേഹം മോഡേൺ ഷോർട്ട് സ്റ്റോറിയിൽ ഒരു മാസ്റ്റർ തന്നെയായിരുന്നു. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റഷ്യൻ പ്ലേ റൈറ്റ്, ഡ്രമാറ്റിസ്റ്റ് ആയിരുന്നു. ഹിസ് വർക്ക്സ് എക്സ്പ്ലോർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് ദ ഹ്യൂമൻ സ്പിരിറ്റ്. അപ്പോൾ ഹ്യൂമൻ സ്പിരിറ്റിനെ എക്സ്പ്ലോർ ചെയ്യുന്ന, അതിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുന്ന വർക്ക്സ് ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. സേ പ്രൊവോക്ക് ദ റീഡേഴ്സ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഇദ്ദേഹത്തിൻ്റെ കഥകൾ വായിച്ചു കഴിഞ്ഞാൽ പാസീവ്ലി നമ്മളിങ്ങനെ വായിച്ചു പോവുകയല്ല, അതിൽ ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂസിനെതിരെ നമ്മളെന്ത് ചെയ്യും? ഒരു പക്ഷേ പ്രതികരിക്കും, അതിനെതിരെ ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പോൾ വാങ്ക എന്ന് പറഞ്ഞ ഈ ലെസണിൽ ചൈൽഡ് ലേബറിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത് വായിച്ചു കഴിയുമ്പോൾ നമുക്കും എന്താണ് അതിനെതിരെ ശബ്ദിക്കാൻ തോന്നും എന്നാണ് പറയുന്നത്. മോർ ഓവർ, ഹീ ഈസ് ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ലേറ്റ് 19th century റഷ്യൻ റിയലിസ്റ്റ് സ്കൂൾ. അപ്പോൾ ലിറ്ററേച്ചറിൽ ഓരോ ട്രെൻഡ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു ട്രെൻഡാണ് റഷ്യൻ റിയലിസ്റ്റ് സ്കൂൾ. അത് ലേറ്റ് 19th centuryയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു റൈറ്ററാണ് ഇദ്ദേഹം. ഹിസ് ഫേമസ് വർക്ക്സ് ഇൻക്ലൂഡ് 3 Sisters, ദ ചെറി ഓർച്ചർഡ് ആൻഡ് ദ ലേഡി വിത്ത് ദ ഡോഗ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 3 വർക്ക്സാണിത്. 3 Sisters-ഉം ചെറി ഓർച്ചർഡും അതുപോലെ തന്നെ ദ ലേഡി വിത്ത് ദ ഡോഗും. ഇൻ 1988 ഹി റിസീവ്ഡ് ദ പുഷ്കിൻ പ്രൈസ്. 1988 അദ്ദേഹത്തിന് പുഷ്കിൻ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ലെസണിലെ ഇമ്പോർട്ടൻ്റ് ആയ ക്യാരക്ടേഴ്സ്, ഇമ്പോർട്ടൻ്റ് മാത്രമല്ല, അതിൽ മേജർ ആൻഡ് മൈനർ ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശരിക്കും ഇവിടെ വാങ്കയുടെ ക്യാരക്ടർ സ്കെച്ച് പ്രതീക്ഷിക്കണം. അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദറിൻ്റെ, കോൺസ്റ്റാന്റിൻ മകാരിച്ചിൻ്റെ ഒക്കെ ക്യാരക്ടർ സ്കെച്ച് പ്രതീക്ഷിക്കണം. മറ്റതൊക്കെ അൺഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സാണ്. പെട്ടെന്ന് നോക്കാം. ഇവാൻ സുക്കോഫ് ഓർ വാങ്ക, രണ്ടും ഒരാൾ തന്നെയാണ്. വാങ്ക എന്ന് വിളിക്കുന്നു, അവൻ്റെ യഥാർത്ഥ നെയിമാണ് ഇവാൻ സുക്കോഫ്. എ പുവർ ഓഫൻ, പാരൻസ് മരിച്ചിട്ടുണ്ട്, അതായത് ഫാദറും മദറും മരിച്ചിട്ടുണ്ട്. ഇനി കോൺസ്റ്റാന്റിൻ മകാരിച്ച്, വാങ്കാസ് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ഈ ഗ്രാൻഡ് ഫാദർ ആണ്, ഈ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തേക്കാണ് വാങ്ക കത്തെഴുതുന്നത്. കോൺസ്റ്റാന്റിൻ മകാരിച്ചിനാണ് വാങ്ക കത്തെഴുതുന്നത്. ഓൾഗ ഇഗ്നാറ്റേവ്ന ആരാണത്? സിവറേവ് ഫാമിലി, വളരെ എന്താ പറയുക, പ്രഗത്ഭരായിട്ടുള്ള ഒരു എലീറ്റ് ക്ലാസ്സാണ്, റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. അവർക്ക് ഒരുപാട് ജോലിക്കാരുണ്ട്. അപ്പോൾ ഈ സിവറേവ് ഫാമിലിയിലെ ഒരു സ്ത്രീ, ഒരു ലൈവ്ലി ആക്റ്റീവായിട്ടുള്ള സ്ത്രീയാണ് ഓൾഗ. ഓൾഗയെ വാങ്കയ്ക്ക് ഒരുപാട് കാര്യമാണ്, ഭയങ്കര ഇഷ്ടമാണ്. കാരണം അമ്മയില്ലാത്തൊരു കുട്ടിയാണ് വാങ്ക. അപ്പോൾ വാങ്കയുടെ പ്രത്യേക കെയറൊക്കെ ഓൾഗ കൊടുക്കുന്നുണ്ട്. ഇനി ഈൽ, എ മെയിൽ ഡോഗ്. കഷ്ടാങ്ക, എ ഫീമെയിൽ ഡോഗ്. അപ്പോൾ ഈലും കഷ്ടാങ്കയും 2 ഡോഗ്സ് ആണ്. ഇവരെപ്പോഴും ഈ കോൺസ്റ്റാന്റിൻ മകാരിച്ച്, അതായത് വാങ്കയുടെ ഗ്രാൻഡ് ഫാദറിന് ചുറ്റുപറ്റിയിട്ടുണ്ടാവും. അലിയാക്കിൻ ഒരു ക്രൂവലായിട്ടുള്ള ഷൂ മേക്കറാണ്, വളരെ ക്രൂവലാണ്. അതുപോലെ അലിയാക്കിൻ്റെ വൈഫുണ്ട്, രണ്ടുപേരും ക്രൂവലാണ്. അപ്പോൾ ഇവരുടെ കീഴിലാണ് വാങ്ക ട്രെയിനിങ് ചെയ്യുന്നത്. അതായത് ഈ ഷൂ മേക്കിങ്ങിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി അവിടെ പോയതാണ്. അപ്പോൾ ഒരു അപ്രൻറ്റൈസാണ് വാങ്ക ഇവിടെ. ഇനി അലിയാക്കിൻസ് ബേബി ഉണ്ട്. ഈ ബേബി ഒക്കെ നോക്കാൻ എപ്പോഴും വാങ്കയോട് പറയാറുണ്ട്, വളരെ ചെറിയ ബേബിയാണ്. ഇനി സീനിയർ അപ്രൻറ്റൈസസ്, ആ അലിയാക്കിൻ്റെ കീഴിൽ കുറേ അപ്രൻറ്റൈസസ് ഉണ്ട്. അവരുടെ പേരൊന്നും അങ്ങനെ കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് ജസ്റ്റ് അവരങ്ങനെ മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ പലഗയ, വാങ്കാസ് ഡിസീസ്ഡ് മദർ. ഡിസീസ്ഡ് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട, അമ്മ മരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വാങ്കയുടെ മരിച്ച അമ്മയുടെ പേരാണ് പെലാഗയ.
അയോന എന്ന് പറഞ്ഞാൽ സെർവൻറ്റ് ഓഫ് സിവറെ ഫാമിലി. ഒരുപാട് സെർവൻസ് ഉണ്ട് അവർക്ക്, വലിയ ഫാമിലിയാണ്. അപ്പോൾ അവിടുത്തെ ഒരു സെർവൻ്റാണ് അയോന. ഇൻ ദ കോച്ച്മാൻ, കുതിരക്കാരൻ, എ സെർവൻറ്റ് ഓഫ് ദ സിവറെ ഫാമിലി. സിവറെ ഫാമിലിയിലെ ഒരു സെർവൻ്റാണ് കോച്ച്മാനും. യഗ ആരാണ്? ഒരു വൺ ഐഡ് സെർവൻറ്റ് ഓഫ് ദി സിവറെ ഫാമിലിയാണ്. സിവറെ ഫാമിലിയിലെ വൺ ഐഡ് ആയിട്ടുള്ള ഒരു സെർവൻ്റാണ്. പിന്നെ കുക്ക് ഉണ്ട്, അവിടെ കിച്ചൺ മെയ്ഡ്സ്, കിച്ചണിലുള്ള സ്ത്രീകളുണ്ട്, ഒരുപാട് പേരുള്ള ഒരു വലിയ കുടുംബമാണ്. ദ മെൻ ഇൻ ബുച്ചേഴ്സ് ഷോപ്പ്, അതായത് ഇറച്ചി വെട്ടുകാരൻ്റെ കടയിലെ ആൾക്കാർ. ഇപ്പോൾ വാങ്ക അവിടെ വഴി പോകുന്ന സമയത്ത് അവരാണ് വാങ്കയോട് എങ്ങനെയാണ് ഒരു കത്ത് പോസ്റ്റ് ചെയ്യേണ്ടത്, അതായത് പിന്നെ എവിടെ ആണ് ഈ കത്ത് നിക്ഷേപിക്കേണ്ടത്, പോസ്റ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാലാണ് കത്ത് ഇവിടെ എത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഇവരാണ്. ദേ ടോൾഡ് വാങ്ക ഹൗ ടു മെയിൽ എ ലെറ്റർ. ഇനി നമുക്ക് നേരെ സമ്മറിയിലേക്ക് വരാം. ദ സ്റ്റോറി ഓപ്പൺസ് ഓൺ എ ക്രിസ്മസ് ഈവ് ഇൻ മോസ്കോ. റഷ്യയിലെ മോസ്കോയിൽ ഒരു ക്രിസ്മസ് ഈവിലാണ് ഈ സ്റ്റോറി ആരംഭിക്കുന്നത്. വാങ്ക, എ പുവർ 9-year-old orphan, writes a letter to Konstantin Magaric, his grandfather. ഒരു പാവപ്പെട്ട 9 വയസ്സുള്ള ഈ ഓർഫനായിട്ടുള്ള അനാഥനായ വാങ്ക കത്തെഴുതുകയാണ് കോൺസ്റ്റാന്റിൻ മഗാരിച്ചിന്. His grandpa is the night watchman of the Zverev family estate in an unidentified village in Russia. Zverev family നമ്മൾ ഒരുപാട് കേട്ടല്ലോ. ഈ വലിയ ഫാമിലിയിലെ നൈറ്റ് വാച്ച്മാൻ ആണ് വാങ്കയുടെ ഗ്രാൻഡ് ഫാദർ, അതായത് കോൺസ്റ്റാന്റിൻ മഗാരിച്ച്. ഇനി എവിടെയാണ് ഈ സിവറേവിൻ്റെ എസ്റ്റേറ്റ് ഉള്ളത്? ആൻ അൺഐഡൻറ്റിഫൈഡ് വില്ലേജ് ഇൻ റഷ്യ. റഷ്യയിൽ പേര് പറയാത്തൊരു വില്ലേജിൽ. ഓക്കെ, അപ്പോൾ കഥയല്ലേ, അപ്പോൾ പേരൊന്നും പറയാത്ത, റഷ്യയിലാണെന്ന് പറയുന്നുള്ളൂ. അങ്ങനത്തെ ഒരു വില്ലേജിലാണ് ഈ എസ്റ്റേറ്റ് ഉള്ളത്. വാങ്ക ടു വാസ് ലിവിങ് വിത്ത് ഹിസ് ഗ്രാൻഡ് ഫാദർ അറ്റ് ദ എസ്റ്റേറ്റ് ഓഫ് സിവറേവ് ഫാമിലി. അലിയാക്കിൻ്റെ അടുത്തേക്ക് ഷൂ മേക്കിംഗ് ഇത് പഠിക്കാൻ വരുന്നതിന് മുൻപ് വാങ്ക ഇവിടെ താമസിച്ചിരുന്നത് ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ ഈ സിവറേവ് ഫാമിലിയുടെ വലിയ എസ്റ്റേറ്റിലായിരുന്നു. ബട്ട് വെൻ പെലെഗയ വാങ്കാസ് മദർ പാസ്റ്റ് അവേ, ഹി വാസ് സെൻറ്റ് ടു അലിയാക്കിൻ. എപ്പോഴാണത് അലിയാക്കിൻ ഷൂ മേക്കറിൻ്റെ അടുത്തേക്ക് വന്നത്? പെലെഗയ വാങ്കയുടെ അമ്മ മരിച്ച സമയത്ത്. അപ്പോൾ അലിയാക്കിൻ ആരാണ്? എ ഷൂ മേക്കർ ടു ഹൂം ഹി വാസ് അപ്രൻറ്റൈസ്ഡ്. അപ്പോൾ ഇവൻ്റെ കീഴിൽ ഈ ഷൂ മേക്കർ അലിയാക്കിൻ്റെ കീഴിൽ ജോലി പഠിക്കാൻ വന്നതാണ് വാങ്ക. അപ്പോൾ അതുവരെ സിവറേവ് ഫാമിലിയുടെ എസ്റ്റേറ്റിൽ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ. അപ്പോൾ അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് അവിടെ തന്നെയായിരുന്നു. അമ്മ മരിച്ചപ്പോൾ പിന്നെ ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. വൈൽ റൈറ്റിംഗ് ദ ലെറ്റർ വാങ്ക റിക്കോൾസ് ദ ഹാപ്പി ഡേയ്സ് ഹി ഹാഡ് സ്പെൻഡ് അറ്റ് സിവറേവ് ഫാമിലി, സിവറേവ്സ് എസ്റ്റേറ്റ്. അപ്പോൾ വാങ്ക ഈ കത്തിരുന്ന സമയത്ത് ഇങ്ങനെ നല്ല ഓർമ്മകളിലേക്ക് പോകുന്നുണ്ട്. ഹാപ്പി ഡേയ്സ് ഹി ഹാഡ് സ്പെൻഡ് അറ്റ് സിവറേവ്സ് എസ്റ്റേറ്റ്. സിവറേവ് ഫാമിലിയുടെ എസ്റ്റേറ്റിൽ താമസിച്ച നല്ല ദിവസങ്ങളെക്കുറിച്ച് ഇങ്ങനെ വാങ്ക ഓർക്കുന്നുണ്ട് ഈ കത്തെഴുതുന്ന സമയത്ത്. ഹി ഹാഡ് മച്ച് ഫൺ വിത്ത് ഹിസ് ലൈവ്ലി ആൻഡ് ജോവിയൽ ഗ്രാൻഡ് ഫാദർ കോൺസ്റ്റാന്റിൻ മഗാരിച്ച്. കോൺസ്റ്റാന്റിൻ മഗാരിച്ച് അദ്ദേഹത്തെ ഗ്രാൻഡ് ഫാദർ, വാങ്കയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ലൈവ്ലി, ആക്റ്റീവാണ്, ജോവിയൽ, എപ്പോഴും ഇങ്ങനെ ഒരു ജോലി മൂഡാണ്. അപ്പോൾ ഭയങ്കര ഒരുപാട് തമാശയൊക്കെ പറയുന്ന ആളാണ്, ഒരുപാട് ഫണ്ണാണ് ഇങ്ങനെ ഇയാളോടൊപ്പം ചിലവഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. കഷ്ടക ആൻഡ് ഈൽ, ദ 2 dogs ആൻഡ് ദ വേരിയസ് സെർവൻസ് ഇൻ ദ എസ്റ്റേറ്റ്. അപ്പോൾ ആരൊക്കെ ഉണ്ട്? ഈ 2 dogs, നേരത്തെ പറഞ്ഞ 2 dogs ഉണ്ട്, ഒരുപാട് സെർവൻസ് ഒക്കെ ഈ സ്റ്റേറ്റിലുണ്ട്. ആസ് ഹി റൈറ്റ്സ്, വാങ്ക ഓൾസോ റെക്കോർഡ് സം ഹാർഷ് ട്രീറ്റ്മെൻറ്റ്സ് ഹി ഹാസ് റിസീവ്ഡ് ഫ്രം അലിയാക്കിൻ. ഈ ഷൂ മേക്കർ ഉണ്ടല്ലോ, ഷൂ മേക്കറിൻ്റെ അടുത്തുനിന്ന് വളരെ മോശം അനുഭവം വാങ്കക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ വാങ്ക ഈ കത്തെഴുതുമ്പോൾ പറയുന്നുണ്ട്. അലിയാക്കിൻസ് വൈഫ് ആൻഡ് ദ അതർ അപ്രൻറ്റൈസസ് സച്ച് ആസ് ബീറ്റിംഗ്, സ്കോളിംഗ്, അൺസാറ്റിസ്ഫാക്ടറി ഫുഡ് ആൻഡ് മോക്കറി. അപ്പോൾ അലിയാക്കിൻ മാത്രമല്ല, അലിയാക്കിൻ്റെ വൈഫും മറ്റ് അപ്രൻറ്റൈസസ്, സീനിയർ അപ്രൻറ്റൈസസ് ഒക്കെ ഉണ്ടല്ലോ, ഇവൻ്റെ മുമ്പേ ജോലിക്ക് പഠിക്കാൻ വന്ന അവിടെ ഉള്ള ആൾക്കാർ. അപ്പോൾ ഇവരുടെ അടുത്തു നിന്നൊക്കെ മോശം ട്രീറ്റ്മെൻറ്റ് വാങ്ങി കിട്ടുന്നുണ്ട്. ഏതൊക്കെ? ബീറ്റിംഗ്, തല്ല് കിട്ടും, സ്കോൾഡിങ്സ്, വഴക്ക് കിട്ടും, അൺസാറ്റിസ്ഫാക്ടറി ഫുഡ്, തൃപ്തികരമല്ലാത്ത ഭക്ഷണം, അതായത് വാങ്കയുടെ വിശപ്പ് മാറാൻ മാത്രമുള്ള ഭക്ഷണം കിട്ടുന്നില്ല, മോക്കറി, കളിയാക്കൽ അതിന് പുറമെ കിട്ടുന്നുണ്ട്. ഹി വാണ്ട്സ് ടു എസ്കേപ്പ് ഫ്രം ദിസ് വിഷ്യസ് സിറ്റുവേഷൻ. ഈ വിഷ്യസ് സിറ്റുവേഷനിൽ നിന്ന്, വിഷ്യസ് എന്ന് പറഞ്ഞാൽ ബാഡ്, ഈ ബാഡായ സിറ്റുവേഷനിൽ നിന്ന് അവനെ എസ്കേപ്പ് ചെയ്യണമെന്നുണ്ട്. If his grandfather rescues him, he assures he will take care of him and do whatever the job he is assigned to. ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ കത്തെഴുതുന്ന സമയത്ത് വാങ്ക പറയുന്നുണ്ട്, ഈ ബുദ്ധിമുട്ടിൽ നിന്നും താങ്കൾ എന്നെ രക്ഷിച്ചാൽ എന്തു ചെയ്യും, എന്ത് ജോലി തന്നാലും, ജോലി അസൈൻ ചെയ്താലും ഏൽപ്പിച്ചാലും ഞാനത് വൃത്തിയായിട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഹി ഈസ് ഈവൻ റെഡി ടു അണ്ടർഗോ എനി ഫോം ഓഫ് പണിഷ്മെൻറ്റ് ഇഫ് ഹി ഡസ് എനി മിസ്ചിവസ് ആക്ട്. മിസ്ചിവസ് ആക്ട് എന്ന് പറഞ്ഞാൽ മിസ്ചിഫ്, അതായത് വികൃതി, എന്തെങ്കിലും വികൃതി. അതായത് ഇപ്പോൾ വാങ്ക എന്താ പറഞ്ഞത്, ഗ്രാൻഡ് ഫാദർ വന്ന് വാങ്കയെ കൊണ്ടുപോകണം, തിരിച്ച് സിവറേവ് ഫാമിലിയിലെ എസ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ വാങ്ക ചെറിയ കുട്ടിയല്ലേ, വികൃതിയെ കാണിക്കും. ഇനി എന്തെങ്കിലും വികൃതി എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ശിക്ഷയ്ക്കും ഞാൻ വിധേയനാവാം. അണ്ടർഗോ എന്ന് പറഞ്ഞാൽ വിധേയനാകാം എന്നാണ് കേട്ടോ. ഞാൻ ഏത് ശിക്ഷയ്ക്കും വിധേയനാകാം, അത് നിങ്ങൾ എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾ, എല്ലാറ്റിനും ഉപരി
After grandfather's death, he will pray to God for his soul as he has been doing for his mother. ഇനി എല്ലാത്തിനും ശേഷം അതായത് എല്ലാത്തിനും മുകളിലായിട്ട് എബവ് ഓൾ ഏറ്റവും എന്താണ് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, അതിനൊക്കെ ഉപരിയായിട്ട് ഗ്രാൻഡ് ഫാദറിൻ്റെ മരണത്തിന് ശേഷം, ഗ്രാൻഡ് ഫാദർ ഒരുപാട് വയസ്സായല്ലോ, ഇനിയിപ്പോൾ മരണത്തിന് ശേഷം എന്ത് ചെയ്യും? അവൻ ദൈവത്തിലേക്ക് പ്രാർത്ഥിക്കുന്നതാണ്. ഗ്രാൻഡ് ഫാദറിന് മോക്ഷം കിട്ടാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഏതുപോലെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നോ അതുപോലെ ഗ്രാൻഡ് ഫാദറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ കുട്ടിയുടെ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഇമോഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ നമ്മൾ കാണുന്നത്. വാഗ ഗിവ്സ് ആൻ അക്കൗണ്ട് ഓഫ് ദ ഗുഡ്സ് അവൈലബിൾ ഇൻ ദ മോസ്കോ ഷോ. ഈ ലെറ്ററിൽ മോസ്കോ മാർക്കറ്റിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സ് സാധനങ്ങളെക്കുറിച്ചൊക്കെ വാഗ പറയുന്നുണ്ട്. ഹി ദെൻ റെമിനിസസ് അബൌട്ട് ദ ക്രിസ്മസ് മെമ്മറീസ് ഇൻ ദ സിവറെ ഹൗസ് ഹോൾഡ്. അതിനുശേഷം ക്രിസ്മസ് മെമ്മറീസ്, അതായത് സിവറെ എസ്റ്റേറ്റിൽ ഉള്ള സമയത്ത് വാങ്ക എങ്ങനെയായിരുന്നു ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചത് അതിനെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അതാണ് റിമിനിസസ് എബൌട്ട് എന്ന് പറഞ്ഞാൽ തിങ്സ് എബൌട്ട് എന്ന് കേട്ടോ. ഹൗ ഹി ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ യൂസ് ടു കട്ട് ആൻഡ് ബ്രിങ് ക്രിസ്മസ് ട്രീ ടു ദ ഹൗസ്. എങ്ങനെയാണ് വാങ്കയും വാങ്കയുടെ ഗ്രാൻഡ് ഫാദറും ക്രിസ്മസ് ട്രീ വെട്ടിയിട്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാറുള്ളത്. ആൻഡ് ഹൗ ദേ ഓൾ ഡെക്കറേറ്റഡ് ദ ട്രീ ഗൈഡഡ് ബൈ ഓൾഗ ഇഗ്നേറ്റേവ്ന. എങ്ങനെയായിരുന്നു അവരെല്ലാവരും കൂടി ചേർന്ന് ആ ക്രിസ്മസ് ട്രീ ഇങ്ങനെ അലങ്കരിച്ചത്, ഡെക്കറേറ്റ് ചെയ്തത്? അത് ആരതെപ്പോഴും ഗൈഡ് ചെയ്യുക? ഓൾഗ ഇഗ്നേറ്റേവ്ന. സിവറെ ഫാമിലിയിലെ ഒരു വുമനാണ്, വളരെ ലൈവ്ലി ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്, വാങ്ങിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഇവരാണ് നേതൃത്വം കൊടുക്കുക. ഇതിങ്ങനെ അവിടെ ഇങ്ങനെ അലങ്കരിക്കൂ, ഇവിടെ ഇങ്ങനെ വേണം, ഇത് വേണ്ട എന്നൊക്കെ പറയുന്നത് ഇവരാണ്. Olga Ignatievna was Vanga's favorite member of Zivre family who taught him to read, write and calculate. അപ്പോൾ ഓൾഗ ഇഗ്നേറ്റേവ്ന ഈ സിവറെ ഫാമിലിയിലെ ഒരു സ്ത്രീയാണല്ലോ, വാങ്കയുടെ ഫേവറേറ്റ് മെമ്പറായിരുന്നു ആ ഫാമിലിയിൽ. മാത്രമല്ല ഈ സ്ത്രീയാണ് വാങ്കയെ എഴുതാനും വായിക്കാനും കാൽക്കുലേറ്റ് ചെയ്യാനും കൂട്ടാനും കുറക്കാനും ഒക്കെ ബേസിക് അരിത്തമെറ്റിക്സ് ഒക്കെ പഠിപ്പിച്ചത് ഇവരായിരുന്നു. ഹി സെൻസ് ഹിസ് ലവ് ടു അലിയോന, വൺ ഐഡിയ ഗർ, ബോസ് ആർ സെർവൻസ് ഓഫ് സിവറെ ഫാമിലി ആൻഡ് ദ കോച്ച്മാൻ. അപ്പോൾ അന്വേഷണം പറയുന്നുണ്ട് അലിയാനോടും അതുപോലെ തന്നെ യോഗർ, അതുപോലെ തന്നെ കോച്ച്മാൻ, ഇവർക്കൊക്കെ. കാരണം ഇവരൊക്കെ നല്ല സൗഹൃദത്തിൽ ഭയങ്കര രസകരമായിട്ടായിരുന്നു ഇവരൊക്കെ പോയിരുന്നത്. വാങ്ക അവിടെ ജീവിച്ച സമയത്ത് നല്ല മനോഹരമായ മെമ്മറീസ് ഉണ്ടായിരുന്നു വാങ്കക്ക്. അപ്പോൾ അവരോടൊക്കെ അന്വേഷണം പറയാൻ ലെറ്ററിൽ എഴുതുന്നുണ്ട് വാങ്ക. ഹി ദെൻ പ്ലീഡ്സ് ഹിസ് ഗ്രാൻഡ് ഫാദർ ടു ടേക്ക് ഹിം അവേ ഫ്രം ദ ക്ലച്ചസ് ഓഫ് അലിയാക്കിൻ. അലിയാക്കിൻ്റെ ആ ക്ലച്ചസ് പിടിയിൽ നിന്നും എന്നെ മോചിപ്പിക്കൂ എന്ന് ഗ്രാൻഡ് ഫാദറിനോട് അവൻ പറയുന്നുണ്ട്. ആഫ്റ്റർ ഫിനിഷിംഗ് ഹിസ് ലെറ്റർ വാങ്ക റൈറ്റ്സ് ഓൺ ദ എൻവലപ്പ് ടു കോൺസ്റ്റാന്റിൻ മകാരിച്ച് ബട്ട് ഡസ് നോട്ട് റൈറ്റ് ടു അഡ്രസ് ഓർ അഫിക്സ് എ സ്റ്റാമ്പ് ഓൺ ഇറ്റ്. വാങ്ക മുമ്പ് കത്ത് എഴുതിയിട്ടില്ല, എങ്ങനെയാണ് കത്ത് എഴുതേണ്ടത് എന്നും അറിയില്ല. അതായത് ഇപ്പോൾ ഒരു കത്ത് എഴുതുമ്പോൾ അത് ഉദ്ദേശിച്ച ആളിലേക്ക് എത്തണമെങ്കിൽ മുകളിൽ പോസ്റ്റ് എന്താ പറയുക സ്റ്റാമ്പ് ഒട്ടിക്കണം അല്ലേ. അതുപോലെ തന്നെ ടു അഡ്രസ്സ് ക്ലിയർ ആയിട്ട് എഴുതണം. ഇവിടെ ആകെ എഴുതിയത് ടു കോൺസ്റ്റാന്റിൻ മകാരിച്ച് എന്നാണ്. അദ്ദേഹം താമസിക്കുന്ന സ്ഥലം ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ലെറ്റർ അങ്ങോട്ട് പോവില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ അത് വാങ്കക്ക് അറിയില്ല, ചെറിയ കുട്ടിയാണ്, ടു അഡ്രസ്സ് എഴുതുന്നില്ല. ഇനി സ്റ്റാമ്പ് അഫിക്സ് ചെയ്യുന്നില്ല, സ്റ്റാമ്പ് ഒട്ടിക്കുന്നില്ല. അപ്പോൾ ഇതൊന്നും ഇവനറിയില്ല. ഹി ദെൻ റഷസ് ടു ദ സ്ട്രീറ്റ്, പുട്ട്സ് ദ ലെറ്റർ ഇൻ ടു ദ നിയറസ്റ്റ് പോസ്റ്റ് ബോക്സ്. എന്താ ചെയ്യുന്നത്? സ്ട്രീറ്റിലേക്ക് ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം, അതായത് ഇപ്പോൾ വാങ്ക എഴുതുന്ന സമയത്ത് അലിയാക്കിനും ബാക്കിയുള്ള എല്ലാവരും എന്താണ് പുറത്തേക്ക് പോയ സമയമാണ്. അത് ആ സമയം കൊണ്ടാണ് എഴുതിയിട്ട് ഇപ്പം പുറത്ത് പോയിട്ട് ഈ കത്ത് പോസ്റ്റ് ബോക്സിൽ ഇടുന്നത്. അങ്ങനെ പുറത്തേക്ക് പോയിട്ട് ഈ ലെറ്റർ എന്ത് ചെയ്യുന്നു? പോസ്റ്റ് ബോക്സിലേക്ക് കൊണ്ടുപോയിടുന്നു. ദാറ്റ് നൈറ്റ് വാങ്ക, ലൾഡ് ബൈ റോസി ഹോപ്സ്, ഡ്രീംസ് അബൌട്ട് ഹിസ് ഗ്രാൻഡ് ഫാദർ സിറ്റിംഗ് ബൈ ദ സ്റ്റഫ് ആൻഡ് റീഡിംഗ് ദ ലെറ്റർ ടു ദ കുക്സ്. വാങ്ക അന്ന് രാത്രി വളരെ സന്തോഷത്തിലാണ് ഇങ്ങനെ കിടക്കുന്നത്. ഒരുപാട് പ്രതീക്ഷ, റോസി ഹോപ്സാ, വളരെ പ്രതീക്ഷയോടുകൂടി എന്തായിരുന്നു ഡ്രീമിൽ അവൻ കാണുക ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ ഇവൻ്റെ ലെറ്റർ തുറന്ന് വായിക്കുകയാണ് അടുപ്പിനടുത്ത്. അപ്പോൾ അവിടെ കിച്ചണിൽ കുക്സും ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. അവരോടൊക്കെ ഇങ്ങനെ ഈ ലെറ്റർ തുറന്ന് വായിക്കുന്നത് വാങ്ക ഇങ്ങനെ സ്വപ്നം കാണുക. പക്ഷെ അത് സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കുകയായിരിക്കും. കാരണം എന്താ, ഈ ലെറ്റർ അവിടെ എത്തുന്നില്ലല്ലോ. എത്തുന്നുണ്ടോ ഇല്ല നമുക്ക് അറിയുന്നില്ല, പക്ഷേ എത്താൻ സാധ്യത കുറവാണ്. എന്താ കാരണം? സ്റ്റാമ്പ് ഒടിച്ചിട്ടില്ല, ടു അഡ്രസ് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടില്ല. ബട്ട് റീഡേഴ്സ് ആർ ലെഫ്റ്റ് ടു നോ ദാറ്റ് ദ ലെറ്റർ ഈസ് നോട്ട് ഗോയിങ് ടു റീച്ച് കോൺസ്റ്റാന്റിൻ മകാരിച്ച്. കോൺസ്റ്റാന്റിൻ മകാരിച്ചിൻ്റെ അടുത്തേക്ക് ലെറ്റർ വരുന്നില്ലല്ലോ, അത് നമുക്ക് മാത്രമേ അറിയുന്നതാണ്. ഇതിൻ്റെ ഈ സ്റ്റോറിയുടെ തീംസ് ആയിട്ട് വരുന്നത് ചൈൽഡ് ലേബർ, അതുപോലെ തന്നെ പെയിൻ ഓഫ് ലോൺലിനെസ്, ഒറ്റപ്പെടലിൻ്റെ വേദന, ഇന്നസെൻസ് ഓഫ് ചൈൽഡ്ഹുഡ് വരുന്നുണ്ട്, വാങ്കയുടെ ഇന്നസെൻസ്, സിറ്റി വേഴ്സസ് കൺട്രി ലൈഫ് വരുന്നുണ്ട്. കാരണം ആദ്യം കൺട്രി ലൈഫായിരുന്നു, പിന്നെ വാങ്കയ്ക്ക് സിറ്റി ലൈഫാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസൺ വരുന്നുണ്ട്. സഫറിങ്സ് ഓഫ് ഓർഫൻസ്, എപ്പോഴും അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് എപ്പോഴും
എന്താണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതിൻ്റെ സഫറിങ്സ്, യാതനകളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ തീംസ് ആയിട്ട് വരുന്നുണ്ട്. മെയിനായിട്ട് ചൈൽഡ് ലേബറാണ് മേജർ തീം, മറ്റേതൊക്കെ മൈനർ തീംസ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സമ്മറി ആയിട്ട് പറയാനുള്ളത്. ഈ ക്ലാസ് മുഴുവനായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് ഈസി ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.